ഞാനും അസ്സലാമലൈക്കും പറയും. ഞാനും കൂടി ഇന്ന് വന്നേക്കുന്നത് ഓണസദ്യയുടെ സാധനങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പച്ചക്കറി ഇവിടെ കിട്ടിയതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഓണസദ്യയിലേക്ക് 8 സവാള എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 സവാള വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാഴക്കുടപ്പൻ, അതുകൂടാതെ കോളിഫ്ലവർ കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ കപ്പങ്ങ. ഇൻസ്റ്റൻറ്റ് അച്ചാറിടാൻ വേണ്ടിയിട്ട് 4 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അച്ചിങ്ങ ഇതുപോലത്തെ 2 കെട്ട്. കായ വറക്കാനും ശർക്കര വരട്ടിക്കും വേണ്ടി എനിക്ക് കിട്ടിയേക്കുന്നത് ഈ കായാണ് കേട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത്. എല്ലാം നമ്മുടെ നാട്ടിലെ കായ ഇപ്പോൾ ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പൂസ 2 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചൊരക്ക, പിന്നെ മത്തങ്ങ, ക്യാബേജ്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 7 എണ്ണം ഉണ്ട്. പിന്നെ പടവലങ്ങ ഇനിയുണ്ട് കേട്ടോ പച്ചക്കറി. ഞാനിതിൻ്റെ ഇടയിൽ തിന്നുകൊണ്ട് ഇരിപ്പുണ്ട്. ഒരു പാവക്ക മതി. ഞാലിപ്പൂവൻ പഴം, ഏത്തപ്പഴം, മുരിങ്ങാക്കായ, 4 ചീരല, ഇഞ്ചി, വഴുതനങ്ങ, പച്ച വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് 6 എണ്ണം ഉണ്ട്. 2 എണ്ണം അതിൽ വെക്കണുള്ളൂ. തക്കാളി എടുക്കുന്നുണ്ട് വേറെ. ക്യാപ്സിക്കം ഉണ്ട് 2 എണ്ണം. ഒരു വലുതും ചെറുതും ബീറ്റ്റൂട്ട്. പിന്നെ എടുക്കുന്നത് ചേന. ഞാനൊരു ചേന കടിച്ച. ബീൻസ്, 6 നെല്ലിക്ക, 8 ചെറുനാരങ്ങ. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പപ്പടം, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, ചുമന്നുള്ളി, ചെറിയ ഉള്ളി 1/2 കിലോ ഇട്ടിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കടല, പച്ചപ്പയർ, ചുമന്ന പയർ, ഗ്രീൻ പീസ്, ഇത്ര സാധനങ്ങൾ, തൈര്, ഇല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലെടുക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് ഓണസദ്യ ഉണ്ടാക്കാം. ഓണത്തിന് മുമ്പേ ഞാനിത് ഇട്ടേക്കാം. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായമൊക്കെ പറയണേ. ഞാനും എന്താ ചെയ്തിവിടെ ഇരുന്ന് പാപ്പ തിന്നായിരുന്നോ? പിന്നെ എന്താ ചെയ്തത് പൊന്നെ? ചുണ്ടൊക്കെ ചീത്താക്കി വെച്ചേക്കാലോ. കള പറഞ്ഞ് ചുണ്ടത്തുനിന്ന്. ഉമ്മ എന്താ വിളിക്കണേ? ഉമ്മ വിളിക്കണമെന്ന് പറഞ്ഞേ. ഞാനും ഒന്ന് വിളിച്ചണേ. ആ ഉമ്മക്ക് നല്ലൊരുമ്മ തന്നെ, നല്ലൊരുമ്മ തന്നെ. ഞാനും വിളിച്ച് വിളിയേക്കണ്ടേ? ആ അങ്ങനെ വിളിയേക്ക്. ഒന്ന് പൊങ്ങി നോക്കിയേ, ആരാ വന്നേക്കണേ നോക്കി. ഒന്ന് പൊങ്ങി നോക്ക്, ആരാ നോക്കിക്ക്. ആ മോളെന്തിയെ? മോളപ്പുറത്തോട്ട് പോയി. വാപ്പി എവിടെ? വാപ്പി എവിടെ? വാപ്പീനെ വിളിച്ചേ. വാപ്പീനെ വിളിച്ചേ. ഞാനും വാപ്പീനെ വിളിക്കണേ എങ്ങനെ? ഞാനും അങ്ങനെ വാപ്പീനെ വിളിക്കണേ. ഒന്നുകൂടി വിളിച്ചേ. ഉമ്മ വിളിക്കുന്നു പറയും വാപ്പീനോട്. വാപ്പി. സദ്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തേങ്ങ ചിരവ. ഇതാണ് ഞങ്ങളുടെ ചിരവ. എനിക്ക് ഇരുന്ന് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാനിതുപോലത്തെ 3 മുറി തേങ്ങയാണ് ചിരവിയെടുക്കുന്നത്. ഇത് വറുത്തെടുക്കുകയാണ്. ഇത് വറുത്ത് ഞാൻ ആദ്യം മാറ്റി വെക്കും.
അപ്പം നമുക്ക് സദ്യയിലേക്ക് വറുത്തിടേണ്ട കാര്യങ്ങൾക്കെല്ലാം പിന്നെ ഇതിൽ വേണ്ട പൊടികളോ എന്താണെന്ന് വെച്ചാൽ അപ്പം ചേർത്താൽ മതി. പെട്ടെന്ന് ചിരണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് താഴെ ഒന്നും ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം ചിരണ്ടി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് ചിരണ്ടി എടുക്കാൻ പറ്റും നമുക്കിത്. ഇനി ഞാനൊന്ന് ചിരണ്ടി എടുക്കട്ടെ. തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചിട്ടു കേട്ടോ വീണ്ടും. എന്നിട്ടാണ് ഇപ്പോൾ വറുക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വറുത്ത് ഞാൻ മാറ്റി വെക്കുള്ളൂ. എന്നിട്ട് നമുക്ക് വേപ്പ് വേണമെങ്കിൽ പൊടി ഒക്കെ ഇട്ടിട്ട് എടുക്കാം. ഞാൻ ഇഞ്ചിക്കറിക്കൊക്കെ പിന്നെ ഈ തേങ്ങ തന്നെ എടുക്കുന്നത്. പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി എടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എളുപ്പം പണി കഴിയുമ്പോൾ ഓരോന്നിനും വേണ്ടി അപ്പോൾ വറുക്കാൻ വെക്കണ്ട. അപ്പോൾ ഞാനിതൊന്ന് ഇനി വറുത്തെടുക്കട്ടെ. ഇത് കുറേ നാളിന് ശേഷം ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ആൾക്ക് വേണ്ടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നെ ഞാൻ ഏറ്റെടുത്തതാണ്. ഇപ്പം ചാനൽ എൻ്റെ ആയി. ആൾക്കൊരു മടി പോലെ ചെയ്യാനായിട്ട്. ഇപ്പം സദ്യ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഇഞ്ചിക്കറി വെക്കാനായിട്ട് 150 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാനിത് വറുത്തൊക്കെ എടുത്തിട്ടാണ് ഇനി ഇഞ്ചിക്കറി വെക്കുന്നത്. നമ്മൾ വറുത്തരച്ചാണ് കേട്ടോ ഒഴിക്കുന്നത് തേങ്ങ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത തേങ്ങയെന്നാണ് വറുക്കാനുള്ള തേങ്ങ ഇതിനൊക്കെ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. തേങ്ങ ഇപ്പോൾ വറുത്തെടുത്തേക്കണം ഈ പരുവത്തിനാണ് കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. കൂടെ ഞാനിപ്പോൾ ഇഞ്ചിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനി നമ്മൾ നന്നായി പിഴിഞ്ഞെടുക്കാം. അപ്പം അതിൻ്റെ വെള്ളം അങ്ങ് പോയിക്കോളും. ഇഞ്ചിയുടെ കട്ടിപ്പപ്പം പോയി കിട്ടും നമുക്ക്. അപ്പോൾ ഇഞ്ചിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഇഞ്ചി വറക്കാൻ വേണം. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി വെച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി 8 ചുമന്നുള്ളി, 4 പച്ചമുളക്, ഇനി ഞാൻ വെള്ളുള്ളി ചേർക്കുകയാണ് 6 എണ്ണം. അതിൻ്റെ കൂടെ തന്നെ ആദ്യം എടുത്ത് വെച്ച ഇഞ്ചി, കുറച്ച് വേപ്പില, 2 ഉണക്കമുളക്, ഇഞ്ചിക്കറിക്ക് വറുത്തരക്കാൻ വേണ്ടിയിട്ട് 2 ചുവന്നുള്ളി, കുറച്ച് വറുത്തതിന് ആദ്യം. ഇഞ്ചിക്കറിക്ക് വറുത്തരക്കാൻ വേണ്ടി എടുത്തേക്കണം പൊടികൾ: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. വറുത്ത് പൊടിച്ച് ഉലുവയിട്ട് എടുത്തേക്കണം. ഇതൊന്ന് ഞാൻ വറുത്തെടുക്കുകയാണ്. വറുത്ത് വെച്ച തേങ്ങാപ്പീരിന്ന് 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരിയാണ് കേട്ടോ ഞാൻ ചേർക്കണേ. വറുത്ത് വെച്ച തേങ്ങയാണ് നമ്മളിത്. ഇതിന് വേണ്ടി ഞാൻ വറുത്തെടുക്കുന്നില്ല. പണി ഒന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വറുത്ത് വെച്ചത്. ഇതൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടും. ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വറുത്ത് ഈ പരിവായിട്ടിപ്പോൾ ഇനി ഒന്നും കൂടി നമുക്കൊരു കുറച്ച് നേരം കൂടി വറുക്കാനുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മളുടെ അരപ്പ് റെഡിയാക്കി കഴിയും. അരപ്പിൻ്റെ അരക്കാനുള്ള തേങ്ങാക്കൂട്ട് ഇത്ര മതി കേട്ടോ. ഞാൻ അടപ്പ് ഓഫ് ചെയ്യണം. ചൂടാറിയിട്ട് നമുക്ക് അരക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ടി ഞാനിപ്പോൾ അരച്ചെടുക്കുകയാണ്. ഇഞ്ചിക്കറിയുടെ അരപ്പിപ്പോൾ ഞാൻ ഒഴിക്കുകയാണ്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഇത്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട്
നമുക്കിതൊന്ന് ചെറുതായി പറ്റിച്ചെടുക്കാം. ചെറിയ കഷ്ണം ശർക്കര ഇടണം കേട്ടോ ഞാനിതിൽ. ഇത്രയുള്ള ഒരു കഷ്ണം ശർക്കര ഞാൻ ചേർക്കണ്ട കേട്ടോ ഇതിൽ. ഇഞ്ചിക്കറിയിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ശർക്കര അലന്നുമല്ല അതൊന്ന് ചെറുതായി പറ്റണം. ഇഞ്ചിക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യയുടെ ആദ്യത്തെ വിഭവം ഇപ്പോൾ റെഡിയായി. ശർക്കര വരട്ടിയും കായ വറുത്തം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ കായ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെ എടുക്കുന്നത് 6 കായയാണ്. ഈ ഒരു ആവശ്യത്തിന് മാത്രമേ എടുക്കണുള്ളൂ. ഞാനിത് താത്തി തന്നെ വെട്ടിയെടുക്കാം. എന്താ തൊലി താത്തി കളയാം. മോളെ മഞ്ഞപ്പൊടിയാ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടോ. ഇച്ചിരി കൂടി ഇട്ടോ, അത് പോരാ. കായ നന്നാക്കി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഈ 10 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ കേട്ടോ. കായൻ്റെ കറിയൊക്കെ ഒന്ന് നന്നായി പോകണം. കിട്ടിയ കായം കൊണ്ട് ഞാനൊരു കായ വറുത്തതും ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. കായല്ല, മഞ്ഞപ്പൊടി വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി. ഇനി നമ്മൾ ആദ്യം ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കായ ഞാൻ ഇതുപോലെ 2 ആക്കിയേക്കാണ്. അതിൽ നിന്ന് ഇങ്ങനെ കേട്ടോ ഞാൻ എടുക്കണം. ഏകദേശം 1/4 ഇഞ്ചോളം കണ്ടോ. അത് നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇടാണ്. ചിപ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പറ ഒന്നും കൂടി പോട്ടെ. ഉണ്ടോ, ഇനി കാണിക്കണ്ടോ. ഇങ്ങനെ എടുക്കാം. നമുക്ക് ആദ്യം ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് റെഡിയായി വരട്ടെ. 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിതിൽ ഉപ്പ് ഒഴിക്കണം. ഇനി ചിപ്സ് ഞാൻ ഉപ്പ് ചേർക്കാണ്. ഉപ്പും വെള്ളം ഉണ്ടോ ചേർക്കണേ. ഇപ്പം ഞാൻ കായ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത്തക്കായ വെച്ചിട്ടല്ല കേട്ടോ വറുത്തേക്കണേ. അപ്പം അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ വലിപ്പത്തിലുള്ള 1.5 കട്ടയാണ് ഞാൻ ഇറങ്ങും. ഇതിൻ്റെ പകുതി ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ ഉരുക്കിയാണ്. ശർക്കര വരട്ടിയിട്ട് നമ്മൾ ഇതിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അത് ശരിക്കൊന്ന് ഉരുക്കി വരട്ടെ. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഇനി ഞാൻ ഉപ്പ് ഒഴിക്കുകയാണ് ശർക്കര വരട്ടിക്ക് വേണ്ട കായൽ. ശർക്കരപ്പാനി ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത കായ ചേർക്കാൻ. ഇനി ചെറുജീരകം വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചുക്ക് 1/2 ടീസ്പൂൺ. ചുക്ക് പൊടിച്ച പൊടിയാണ് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശർക്കര വരട്ടി ഈ പരിവായി. ഇനി ഒന്നും കൂടി ആവണം കേട്ടോ ഇത്. ഇനി പഞ്ചസാര പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കായൊക്കെ മേടിച്ച് ഞാൻ ഒരുപാട് ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഇപ്പം എനിക്ക് ഈ കായൊക്കെ കിട്ടിയത് വെച്ച് ഓണം പോലെ. ശർക്കര വരട്ടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ചൂടായി കഴിയുമ്പോൾ സെറ്റാവും കണ്ടോ. സദ്യക്ക് ഞാനൊരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി 4 മാങ്ങ എടുത്തേക്കണം കേട്ടോ. ചെറിയ മാങ്ങയാണ് എടുത്തേക്കുന്നത്. കളറൊന്നും നോക്കണ്ട കേട്ടോ. പൊടിയൊക്കെ ഉണ്ട് മാങ്ങക്ക്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, കായപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോട്ടെ. ഇത് നല്ലോണം ഒന്ന് കുഴച്ച് ഞാൻ 1/2 മണിക്കൂർ വെക്കാം. ഇത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. സദ്യയിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ നാരങ്ങയുടെ തൊലി കളയണം.
ഇങ്ങനെ ചെത്തിയെടുക്കാം. മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ എണ്ണ വെച്ചേക്കുന്നത്. ഇതൊരു ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. 2 ഉണക്കമുളക് ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പില ഇട്ടു. അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാങ്ങ ഇറക്കാം കേട്ടോ. സദ്യക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ആരിലൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു അച്ചാറാണ് ഇത്. അരക്കപ്പോളം വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തേക്കണേ. സദ്യയുടെ മാങ്ങാച്ചാറോടെ റെഡി ആയിട്ടോ. ഞാനിതെടുത്ത് മാറ്റിയാണ്. ഇത് നമ്മൾ വിനാഗിരി ഒന്നും ഒഴിച്ചുള്ള കേട്ടോ ഈ അച്ചാറിൽ. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക് ഇട്ട് അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക്, 2 പച്ചമുളക്, 4 വലിയ എടുത്തുള്ളി ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ. ഞാൻ അടുപ്പിൽ നിന്ന് നീക്കിയിട്ടിട്ട് ഞാൻ പൊടികൾ ചേർക്കേണ്ട. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കണ്ടിട്ട് ഇതിൽ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ ഇടണി. നാരങ്ങ കണ്ടതാണ് കേട്ടോ. വിനാഗിരി നല്ലെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാറ് ഈ പരിവായ മതി കേട്ടോ. കണ്ടോ, ഇനി നാരങ്ങന്നൊക്കെ വെള്ളം ഇറങ്ങും. അടപ്പ് വെച്ച് ചെയ്യാം. ഓണസദ്യയുടെ 6ാമത്തെ കറിയപ്പേന ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉണ്ടാക്കിയേക്കുന്നത് ഇഞ്ചിക്കറി, 2ാമത് ഉണ്ടാക്കിയത് കായ വറുത്തതും ശർക്കര ഉരുട്ടി, 3ാമത് മാങ്ങാച്ചാറ്, 4ാമത് നാരങ്ങാച്ചാറ്, 6ാമത് പേന ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാല സദ്യയുടെ ഒരു ഭാഗം തന്നെയാണത്. വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടയാണ്. ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 1.5 സവാള ഇടണം. ചെറിയ സവാള ഇല്ല ചെറുത്. 1/2 ഇഞ്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ഇട്ടത്. 5 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 2 ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം ഇല്ലാതെ ഇതിൽ വാട്ടിയെടുക്കേണ്ട. അടച്ച് വെച്ച് വേവിച്ചിട്ടൊക്കെ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചത് വേവിച്ചെടുക്കും. ഉരുളക്കിഴങ്ങൂടെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു തക്കാളി ചേർക്കാണ് ഞാൻ. സദ്യയുടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാലയിലേക്ക് ഞാനിനി ഗ്രീൻ പീസ് ചേർക്കാണ്. ഗ്രീൻ പീസ് 6 മണിക്കൂർ കുതിർത്തി വേവിച്ചെടുക്കാണ് ഇത്. 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഇനി ഞാൻ പൊടി ചേർക്കാണ്. പൊടി ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. ഞാനിതിൽ പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്, പകരം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. കാക്കപ്പോളം തേങ്ങാപ്പാൽ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ഈ പാകമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാലക്കറി സദ്യയുടെ റെഡിയായി. ഞാനിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ മാറ്റി വെക്കട്ടെ. ഇതിനി എല്ലാം കൂടി അവസാനം നിങ്ങളെ കാണിച്ചു തരാം.
വാഴക്കുടപ്പം വെച്ചിട്ടാണ് ഇനി അടുത്ത കറി ഉണ്ടാക്കുന്നത്. 7ാമത്തെ കറി. അതിലേക്ക് വരുന്നത് ചെറുപയറാണ്. ചെറുപയർ 6 മണിക്കൂർ കുതിർത്തി വേവിച്ച് വെച്ചേക്കാണ് ഉപ്പിട്ടിട്ടാ. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത്. കുടപ്പൻ പയറുകറിക്ക് വേണ്ടി ഞാനൊരു അരപ്പുണ്ടാക്കേണ്ടത് 7 ടേബിൾ സ്പൂൺ തേങ്ങ, 4 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുമന്നുള്ളി, കുറച്ച് വേപ്പില. ഇത്രയും ഞാൻ ഒന്ന് ഒതുക്കിയെടുക്കണുള്ളൂ കേട്ടോ, അരച്ചെടുക്കണില്ല. ഇനിയിപ്പോൾ ഞാൻ 1.5 കപ്പ് ചെറുപയർ ചേർക്കുകയാണ് ഇതിൽ. അരപ്പ് ഞാൻ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്, ഈ പരുവത്തിന് എടുത്തേക്കുന്നത്. ചാറുകറി പോലെ അല്ലാട്ടത് ഉണ്ടാക്കുന്നത് നമ്മൾ. പയറും വാഴക്കുടപ്പനൊക്കെ ഞാൻ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചേക്കണത്. കാരണം ഉപ്പിനി ഞാൻ ചേർക്കണില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, വേപ്പില താളിച്ചത് ഒഴിക്കുകയാണ് ഞാനിപ്പോൾ. അധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. കുടപ്പം കറി കായും കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണം ഈ കറിക്ക്. മത്തങ്ങ എരിശ്ശേരി വെക്കാൻ വേണ്ടി 2 കപ്പ് മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് ഞാനൊന്ന് വേവിക്കാൻ ഉപ്പിട്ട്. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി അരക്കാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങ, കുറച്ച് വേപ്പില, 1/2 ഇഞ്ച് ഇഞ്ചി, 1 കഷ്ണം പച്ചമുളക്, 1 വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 4 ചുവന്നുള്ളി. ഇത് ഞാനൊന്ന് ഒതുക്കിയെടുക്കട്ടെ. മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം ആദ്യം. ഇതിലേക്ക് ഞാൻ ചുമന്ന പയർ 6 മണിക്കൂർ കുതിർത്തി വേവിച്ച് വെച്ചതാണ് കേട്ടോ ഈ പയർ. ഇതിന് ചേർക്കുകയാണ്. ഇനി വെള്ളം ഇല്ലാതെ ഒതുക്കിയെടുത്തത് ഞാൻ ചേർക്കുകയാണ്. ഇനി എനിക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകിൻ്റെ കൂടെ ചെറിയ സവാളയാണ് ചെറിയ സവാള സ്ക്വയറായി വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ ചുമന്നുള്ളി വെക്കാൻ. ചുമന്നുള്ളി ആയിരിക്കും ടേസ്റ്റ്. ഉണക്കമുളക് 2 ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പില. ഇനി ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുകയാണ് ഇതിൽ. അത് ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. ഈ പരുവം മതി കേട്ടോ തേങ്ങക്ക്. ഞാനിപ്പോൾ എരിശ്ശേരിയിലേക്ക് ചേർക്കേണ്ടത്. തേങ്ങയൊക്കെ അധികം ഇട്ടാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇതിൽ. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കാം. കുമ്പളങ്ങ ഓലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓലം വെക്കാൻ വേണ്ടി കുമ്പളങ്ങ തേങ്ങാപ്പാൽ 2ാം പാലിൽ വേവിച്ചെടുക്കുകയാണ്. അതിൽ വേപ്പില ഇട്ടിട്ടുണ്ട്, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പകുതി വേവിച്ച കായയും പയറും ചേർക്കാണ്ട്. ഞാനിപ്പോൾ അച്ചിങ്ങ ഒരു 6 അച്ചിങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചുമന്ന പയറും ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം, 1ാം പാല്. ഇത് നമുക്കിനി അധികം തിളപ്പിക്കണ്ട കേട്ടോ. ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ സദ്യയുടെ 11ാമത്തെ ഐറ്റം സാമ്പാറാണ്. അതിന് ഞാൻ തോരപ്പരിപ്പ് വേവിച്ചേക്കാണ്. തോരപ്പരിപ്പ് 2 വിസില ആയിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ പച്ചക്കറി ഇറക്കണം. പച്ചക്കറി ക്യാരറ്റ്, ബീൻസ്, ചുരക്ക, കുമ്പളങ്ങ, പടവലങ്ങ, വെള്ളരിക്ക, സവാള, വെളുത്തുള്ളി, കൂസ, ഉരുളക്കിഴങ്ങൊക്കെയാണ് ചേർത്തേക്കുന്നത് ഇതിൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ വേവിക്കട്ടെ. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂണോളം കുരുമുളക്, പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 8 ഉണക്കമുളക്. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വേണമെങ്കിൽ എടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പച്ചരി ചേർക്കുന്നുണ്ട് ഞാൻ. ഞാൻ ചേർക്കുന്നത് ബസ്മതി അരിയാണ് ഇതിൽ. ഇനി ഞാൻ 4 ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങ ചേർക്കുകയാണ് ഇതിൽ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെ പണി എളുപ്പമാവും. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം. ഇത്രയാണ് ഞാൻ വറുത്തെടുക്കുന്ന സാമ്പാറിന് വേണ്ടി എടുക്കുന്നത്. സാമ്പാർ താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 3/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക്, കുറച്ച് വേപ്പില, 10 വെണ്ടയ്ക്കയും ഒരു 10 തക്കാളി കൂടി ഇട്ടിട്ട് ഞാൻ വാട്ടി. കടുക് പൊടിച്ചതും തക്കാളി വഴറ്റിയതും വെണ്ടക്ക വഴറ്റിയതൊക്കെ
ഇപ്പോഴൊക്കെ ചേർക്കണേ. കൂടെ ഒരു മുരിങ്ങാക്കായ ആറാക്കി വേവിച്ചത് ചേർക്കേണ്ട. മുരിങ്ങാക്ക കൂടെ ഇട്ട് വേവിക്കണ്ട. ഇനിയിപ്പോൾ വറുത്തരച്ച അരപ്പ് ചേർത്ത് ഞാൻ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത്. സാമ്പാർ ഇപ്പോൾ റെഡിയായി. ഞാൻ കുക്കറിൽ നിന്ന് സാമ്പാർ ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിനിയിപ്പോൾ സാമ്പാർ മാറ്റാണ്. നമ്മുടെ 10ാമത്തെ കറി സാമ്പാറായിരുന്നു. 11ാമത്തെ ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് രസം. സാമ്പാർ ഇപ്പോൾ ഇനി അടച്ച് വെക്കാൻ കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് നമുക്ക് ഇനി രസത്തിൻ്റെ പണിയിലേക്ക് പോകാം. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഞാനിതിലിപ്പോൾ 5 ചെറിയ വെളുത്തുള്ളി പൊടിയോട് കൂടി ചതച്ചത്, 2 ഉണക്കമുളക്, വേപ്പില. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ചെറിയ തക്കാളി ഇട്ട് ഞാൻ വഴറ്റി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി രസപ്പൊടി 1 ടേബിൾ സ്പൂൺ രസപ്പൊടി ഞാൻ എടുത്തേക്കണേ. ഈ രസപ്പൊടി ഞാൻ ആദ്യം തന്നെ നെയ്യ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ട് 1/2 ടീസ്പൂണോളം. ഇനി ലേശം ഉപ്പും കൂടി ഇട്ടതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ ഈ രസത്തിൻ്റെ പണി. ഇനിയിപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിക്കുകയാണ്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായം കൊണ്ടാണ് ഞാനിതിൽ ചേർത്തേക്കുന്നത്. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ ആദ്യം രസപ്പൊടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഈ രസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ രസത്തിൻ്റെ പൊടി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പെട്ടിക്കടയിൽ കിട്ടുന്ന രസം എന്നാണ് അതിൻ്റെ പൊടിയുടെ പേരിട്ടേക്കുന്നത്. അത് നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. രസം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മരിയില ഇട്ടിട്ട് രസം ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ രസത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് 12ാമത്തത് ഐറ്റം ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മസാല. അതിന് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള, 4 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കൊത്തിയിരുന്നത്, വെളുത്തുള്ളി 6 എണ്ണം, കുറച്ച് വേപ്പില. ഇനി ചേനയും ഉരുളക്കിഴങ്ങും ചേർത്താണ് ഞാൻ അതിനകത്തിലേതാണ് കേട്ടോ. ചേനയും ഉരുളക്കിഴങ്ങും ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ ബാക്കി പച്ചക്കറികളെല്ലാം ചേർത്താണ്. ഇതിന് ചേർത്തേക്കുന്നത് ചൊരക്ക, പടവലങ്ങ, ക്യാരറ്റ്, വെള്ളരിക്ക ഒക്കെയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. കുമ്പളങ്ങ, വെള്ളരിക്ക, പിന്നെ ചേർക്കുന്നത് ബീറ്റ്റൂട്ട്. പച്ചക്കറി എന്ത് കിട്ടിയാലും ചേർക്കാം കേട്ടോ. നമുക്ക് പ്രാവശ്യം അധികം പച്ചക്കറി എന്നോട് കിട്ടിയിട്ടില്ല. നല്ല കായ കിട്ടാത്താണ്. ഇതിൽ കായ ഞാൻ ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ ഞാൻ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത് ഇതിൽ. വെജിറ്റബിൾ മസാലയിലേക്ക് ഞാനിടുന്ന പൊടികൾ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ചേർക്കാനുള്ളൂ കേട്ടോ ഇതിൽ. മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങ, 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്താൽ മതി കേട്ടോ വറുത്ത തേങ്ങ. നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഉണ്ടാക്കുന്നത് പാവക്ക കിച്ചടിയാണ്. അതിന് വേണ്ടി വെളിച്ചെണ്ണ വെച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ടേക്കേണ്ട. 1.25 ടീസ്പൂൺ വരെ വരും അത്. അത്രയും കടുക് ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടട്ടെ. ഇനി ഞാൻ 3 ഉണക്കമുളക് ഇടാണ്. കൂടെ ഒരു പാവക്ക ഇതുപോലെ ആയിട്ട് അരിഞ്ഞിട്ടേക്കുന്നത്. ഇനി ഞാനൊരു 3 പച്ചമുളക് ചേർക്കുകയാണ്. മുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ് കേട്ടോ. കുറച്ച് വേപ്പില. നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കും. കിച്ചടിക്ക് വേണ്ടി ഞാൻ അരക്കാനെടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ തേങ്ങ, കുറച്ച് വേപ്പില, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കടുക്. ഞാനപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. പാവക്കൂടെ പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അരച്ചത് ഒഴിക്കുകയാണ്. കിച്ചടിയുടെ അരപ്പ് അടുപ്പിൽ വെക്കണ്ട കേട്ടോ. ഇങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കിയെടുക്കണേ. ഉപ്പൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ട്. നമ്മുടെ കിച്ചടിയുടെ റെഡിയായി. 13ാമത്തെ ഐറ്റം കിച്ചടിയായിരുന്നു. 14ാമത്തെ ഐറ്റം ഞാനിപ്പോൾ വെക്കാൻ പോണത് കൂട്ടുകറിയാണ്. കൂട്ടുകറിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കടല, ചേന, കുമ്പളങ്ങ, ഏത്തക്കായ കിട്ടിയിട്ടില്ല. പകരം വേറൊരു കായാണ് കിട്ടിയേക്കുന്നത്. ആ കായാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേന വേവിക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. കൂട്ടുകറിയിൽ ചേന ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ട് വെള്ളം തിളച്ചൊടുങ്ങി അതിൻ്റെ കൂടെ കുമ്പളങ്ങയും ചേർക്കണം. കുമ്പളങ്ങയുടെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി,
1/4 ടീസ്പൂണ് മേലെ, 1/2 ടീസ്പൂണ് താഴെയാണ് ഇട്ടേക്കുന്നത്. ഇതൊന്നും ഇനി റെഡിയായി വന്നിട്ട് എന്നിട്ട് വേണം കായ ചേർക്കാൻ. കൂട്ടുകറിക്ക് വേണ്ടി അരക്കാൻ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ തേങ്ങ, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം. കൂട്ടുകറിയിൽ ഇപ്പോൾ ഞാൻ കായം ചേർക്കുകയാണ് കേട്ടോ. ഒരു കായ എടുത്തിട്ടുള്ളൂ, ചെറിയ കായാണ്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ 2 ഉണക്കമുളകിടെയാണ്. അപ്പോൾ ഇനി ഞാൻ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. കൂട്ടുകറിക്ക് ഇപ്പോൾ ഞാൻ അരപ്പ് ചേർക്കാണ്. വെള്ളമാക്കിയൊന്നും എടുക്കണ്ട കേട്ടോ, നമുക്ക് രസവും സാമ്പാറും എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊക്കെ പോരെങ്കിൽ ഇപ്പം ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ വറുത്ത തേങ്ങയൊക്കെ ചേർക്കണം കേട്ടോ. അങ്ങനെ 14ാമത്തെ ഐറ്റം കൂട്ടുകറി റെഡിയായി. ഇനി 15ാമത്തെ ഐറ്റം കേബേജ് ചിക്കിയതാണ്. ഇനി ഞാൻ അത് റെഡിയാക്കാൻ പോവാം കേട്ടോ. അതായത് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി. കൂട്ടുകറിയിൽ ഇപ്പോൾ കടലയൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ കടലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടാമത് ചെയ്തതാണത്. കടല ആദ്യം വേവിച്ച് മാറ്റി വെച്ചാരണം മറന്നു ഇടാനായിട്ട്. ഇപ്പോൾ ഇതിലിരുന്ന് കടല സെറ്റായിക്കോളും. 15ാമത്തെ ഐറ്റം കാബേജ് ചിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ടേക്കാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കാബേജ് ചിക്കാൻ വേണ്ടിയിട്ട് സവാള, പച്ചമുളക് 4 എണ്ണം, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ തേങ്ങ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തേക്കാണ് ഇപ്പോൾ ഇതിൽ. ഇനി നമുക്ക് കാബേജ് ചേർക്കാം. കുറച്ച് കാബേജാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 2 പിടി കാബേജ്. ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കാബേജ്. 16ാമത്തെ ഐറ്റം ക്യാരറ്റും ബീൻസും കൂടി ചിക്കിയതാണ്. അതിന് വേണ്ടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് തേങ്ങ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇതൊന്ന് ഞാൻ ഒതുക്കിയെടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് ഉണക്കമുളക്, വേപ്പില, അതിൻ്റെ കൂടെ ഒതുക്കിയും ചേർക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 15 ബീൻസ് അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കണ്ട കേട്ടോ. ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കണ്ട്. ഇനി ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതിൽ. 16ാമത്തെ ഐറ്റം ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി 17ാമത്തെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക പച്ചടിയാണ്. ഇനി ഉണ്ടാക്കാൻ പോകുന്ന 17ാമത്തെ ഐറ്റമാണ് വെണ്ടക്ക കിച്ചടി. അതിനുവേണ്ടി ഞാൻ ഇട്ടേക്കണം 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1 പച്ചമുളക്, കുറച്ച് വേപ്പില, ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്താണ് ഇത് അരച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ഇട്ടു, 2 ഉണക്കമുളക്, കുറച്ച് വേപ്പില, വയറ്റി കഴിഞ്ഞിട്ട് വെണ്ടക്ക വയറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ അരപ്പൊഴിക്കുകയാണ് ഞാൻ. അരപ്പ് ഒരുപാട് ചാറായിട്ട് എടുക്കണ്ട കേട്ടോ, ഒരുപാട് വെള്ളം കൂട്ടണ്ട. ഇതായത് അവസ്ഥ മതി നമുക്കിത്. ഇത് ഓഫ് ചെയ്യാം. വെണ്ടക്ക പച്ചടിയോടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 18ാമത്തെ ആയിട്ട് ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അതിന് വേണ്ടി ഇട്ടേക്കണം 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് വേപ്പില, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത്രയൊന്ന് ഒന്ന് അരച്ചെടുക്കണം. ഒതുക്കിയല്ല, പച്ചടിക്ക് വേണ്ട രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടാണ്. കടുകിലേക്ക് 1 മുളക് ചേർക്കാട്ടെ. അതിൻ്റെ കൂടെ ചെറിയൊരു 2 പച്ചമുളക്, കുറച്ച് വേപ്പില. ഇതൊന്ന് ഞാൻ വഴറ്റിയെടുക്കട്ടെ. ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അരപ്പൊഴിക്കുകയാണ് കേട്ടോ. അതിൽ തൈര് ചേർത്തിട്ട് അരച്ചെടുത്തേക്കുന്നത്. ബീറ്റ്റൂട്ട് പച്ചടി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. തിളച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ബീറ്റ്റൂട്ട് പച്ചടിയുടെ പണി കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 19ാമത്തെ ഐറ്റം അവിയലാണ്. 19ാമത്തെ ഐറ്റം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേക്കാണ്. അതിൽ ചേനയും ഉരുളക്കിഴങ്ങുമാണ് ആദ്യം ഞാനൊന്ന് വേവിക്കണത്. ശേഷം വേവിക്കുന്നത് എടുത്തേക്കുന്ന പച്ചക്കറികളാണ്. ബീൻസ്, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, ചുരക്ക, വെള്ളരിക്ക, സവാള, പച്ചമുളക്. വേവിക്കാനിട്ടത് കൂടാതെ എടുത്തേക്കുന്ന അത് ഞാൻ പടവലങ്ങ, കുമ്പളങ്ങ, ചുരക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, ബീൻസ്,
മുരിങ്ങാക്കായ വേറെയും കഷ്ണങ്ങളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല സവാള, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു ചെറിയ കായ. ഇനിയിപ്പോൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം കേട്ടോ. അവിയലിന് ഒതുക്കി എടുക്കുന്നുണ്ട് ഒരു അരപ്പ്. അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് തേങ്ങ, 5 ചുവന്നുള്ളി, 4 പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ നല്ല ജീരകം. അവിയലിൻ്റെ പച്ചക്കറിയെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ അരപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പിൻ്റെ കൂടെ 1/4 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അവിയലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അവിയലൊക്കെ റെഡിയായി. ഇനി ഇതാമത്തെ ഐറ്റം ഞാൻ എടുക്കുന്നത് കപ്പങ്ങ പച്ചടിയാണ്. കപ്പങ്ങ പച്ചടിക്ക് വേണ്ടി ഞാനൊരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ഉണക്കമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. ഇത് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കണം. മുളക് വറുത്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. അതിൽ 1 ടീസ്പൂൺ കടുകിട്ട് 6 ചുമന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് വഴറ്റാണ്. കപ്പങ്ങ പച്ചടിക്ക് കപ്പങ്ങ വേവിച്ചത് ചേർത്ത് അതിന് ശേഷം അരച്ചത് ഒഴിക്കുക. കപ്പങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി 21ാമത്തത് ചെയ്യുന്നത് പുളിശ്ശേരിയാണ്. വെള്ളരിക്ക പുളിശ്ശേരി. വെള്ളരിക്ക പുളിശ്ശേരിക്ക് വേണ്ടി വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. വെള്ളരിക്ക പുളിശ്ശേരിക്ക് വേണ്ടി ഞാൻ അരക്കാൻ തേങ്ങ 1/4 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, 2 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് വേപ്പില. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് തൈരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിശ്ശേരിക്കുള്ള വെള്ളരിക്ക വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരപ്പൊഴിക്കണം. ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിൽ താളിപ്പൊഴിക്കണം. വെള്ളരിക്ക പുളിശ്ശേരിയിലേക്ക് ഇപ്പോൾ താളിച്ച് വയ്ക്കുകയാണ്. വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, വേപ്പില, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒഴിച്ചിട്ട് ഞാനിനിയിപ്പോൾ ഒരു കാളനാണ് ഉണ്ടാക്കുന്നത്. 22ാമത്തെ കറി കാളനാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചേന, കായ, കടല, കട്ടിക്കാളനാണ് ഞാൻ എടുക്കുന്നത്. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചേന വേവിക്കണം. ആദ്യം ഞാൻ കുറച്ച് ചേന എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറിയ പോർഷൻ. കട്ടിക്കാളിന് അരക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കണം 4 ടേബിൾ സ്പൂൺ തേങ്ങ, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്ര ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഞാൻ 1 കപ്പ് കടല ചേർക്കുകയാണ് കേട്ടോ. കട്ടിക്കാളനിൽ നിങ്ങൾ ചേർക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കട്ടിക്കാളനിൽ കടല ചേർത്തിട്ട് വെക്കാറ്. ഇതൊഴിക്കുകയാണ്. 22ാമത്തെ വിഭവം കട്ടിക്കാളൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കടുക്, ഉണക്കമുളക്, ഉഴുന്ന്, വേപ്പില. അതും താളിച്ച് കഴിഞ്ഞു. 23ാമത്തെ വിഭവം ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടൊരു പച്ചടിയാണ്. ഏത്തപ്പഴം ഞാനിവിടെ വേവിച്ച് വെച്ചേക്കാണ്. അത് ഞാൻ കാണിക്കാൻ മറന്നു. ഇതാണ് കേട്ടോ. അതിൽ ഞാൻ വേവിച്ചേക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ഏത്തപ്പഴം ഇട്ട് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചേക്കാണ്. അതിന് അരക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങ, കുറച്ച് വേപ്പില, 2 കഷ്ണം ഇഞ്ചി, 3 ഉണക്കമുളക് വറുത്തെടുത്തതാണ് ഞാനിത്. 3 ഉണക്കമുളക്. ഞാൻ ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ. ഏത്തപ്പഴം പച്ചടിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ തേങ്ങ, 3 ഉണക്കമുളക് വറുത്തത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് തൈരും കൂടി അരക്കണ്ട കേട്ടോ. പഴം പച്ചടിയിൽ ഞാൻ അരപ്പിനി ഒഴിക്കുകയാണ്. പഴം പച്ചടിയിൽ ഞാൻ താളിച്ചേക്കുന്നത് വെളിച്ചെണ്ണ, കടുക്, വേപ്പില, ഉണക്കമുളക്. ഇനിയിപ്പോൾ 24ാമത്തതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പപ്പടം. സദ്യയിൽ 24ാമത്തത് പപ്പടം വരുന്നത്. 25ാമത്തത് ഞാനിതിലൊരു ഉഴുന്നോട് എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉഴുന്ന് അരച്ച് വെച്ചേക്കാണ്. അതിൽ നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/2 ഭാഗം സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായി കുഴച്ച് കൈ കൊണ്ട് കുഴച്ച് തന്നെ എടുക്കണേ. അടിച്ചടിച്ചടിച്ചെടുക്കണം. ഞാൻ ഇനി ഉഴുന്നോടെ ഉണ്ടാക്കാണ്. ഒന്ന് എടുക്കട്ടെ. ഇനി പപ്പടം ഞാനിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. 1 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നുവട 1 ഭാഗം ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഉഴുന്നോടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
സദ്യക്ക് പരിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി. ഇത്ര ആദ്യം ഒന്ന് ഞാൻ ചതച്ചെടുക്കട്ടെ. ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒന്നും കൂടി ഞാനൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തിയത് ചേർക്കാണ് കേട്ടോ. 3 മണിക്കൂറാണ് കുതിർത്തിയേക്കണത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. അരിപ്പൊടിയുടെ കൂട്ട് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ഉപ്പിട്ടില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ എല്ലാത്തിലും ഉപ്പിടുന്നുണ്ട്. പക്ഷെ ഞാൻ മറന്നു പോകണമെന്നാണ് പറയാനായിട്ട്. ഇത് ചെറിയ ഉരുളയാക്കാം. ഒട്ടും വെള്ളം ചേർക്കരുതിട്ട് ഇത് എടുക്കുമ്പോൾ. കുറച്ച് പരിപ്പൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, പൊടിയാതെ. നല്ലതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ പരിപ്പൊടി ഇടാം കേട്ടോ. ഞാൻ സദ്യയിൽ ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഗോതമ്പ് വേവിച്ച് വെച്ചേക്കായിരുന്നു. ഞാൻ ശർക്കര പാനി ഒഴിക്കുകയാണ് കേട്ടോ. 3 കട്ട ശർക്കരയാണ് ഞാനിതിന് വേണ്ടി ഇട്ടേക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഞാൻ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഞാനിത് 2-ാം പാല് ഒക്കെ ആയിട്ടൊന്നും ഒഴിക്കാനുള്ള. കുറച്ചുണ്ടാക്കണതുകൊണ്ട് 1-ാം പാല് തന്നെയാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 5 ഏലക്ക പൊടിച്ചത് ചേർക്കാണ്. പഞ്ചസാരയിലാണ് ഞാൻ പൊടിച്ചത്. പിന്നെ നല്ല ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം. പരിപ്പോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പായസം ഇപ്പോൾ റെഡി ആയിട്ടോ. ഇനി നമുക്കൊരു പായസം കൂടി ഉണ്ടാക്കാനുണ്ട്, പരിപ്പ് പായസം. ഞാൻ പായസം ഉണ്ടാക്കണം ഇങ്ങനെ കേട്ടോ. 1-ാം പാൽ വെച്ച്. നമുക്കധികം ആളുകളൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ അതിങ്ങനെ ഉണ്ടാക്കാറില്ല. 1-ാം പാൽ നല്ല കട്ടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും ഞാൻ. ഇനി ഞാൻ പരിപ്പ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കുന്ന പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതും കൊണ്ട് ഞാൻ കാണിക്കാതിരുന്നാണ്. ഇതിലേക്ക് ഞാനിനി ശർക്കര പാനി ഒഴിക്കുകയാണ് ആദ്യത്തെ പോലെ തന്നെ. ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് 1-ാം പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. അത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ചുക്കുപൊടിയും നല്ല ജീരകവും ഏലക്കയൊക്കെ പൊടിച്ചേക്കണം ഒന്ന് ചേർക്കാനുണ്ട് നമുക്ക്. പരിപ്പൊടിയൊക്കെ ഒരു ഭാഗം ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും തന്നെ പരിപ്പൊടി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇനി പരിപ്പ് പായസത്തിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി ഇതിലിപ്പോൾ 2-ാം പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇതൊന്ന് പറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിക്കാം കേട്ടോ. നല്ല ജീരകവും ഏലക്കയും പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇടുന്നുണ്ട് ഞാനിതിൽ. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഏലക്കയും നല്ല ജീരകവും പൊടിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് പറ്റി വന്നിട്ട് വേണം 1-ാം പാൽ ഒഴിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല. പരിപ്പിൻ്റെ 2-ാം പാൽ ഇപ്പോൾ പറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി 1-ാം പാൽ ഒഴിക്കുകയാണ്. ഇതിലിട്ടേക്കുന്ന പൊടികൾ ചുക്കുപൊടി, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ഏലക്ക. ഗോതമ്പ് പായസവും പരിപ്പ് പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പരിപ്പ് പായസവും ഇത് ഗോതമ്പ് പായസവും. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യിൽ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി വറുത്തേക്കുന്നതാണ്. ആ കളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഇടുന്ന എത്രയാണ് എന്നുള്ളത്. ഇതിലും ഞാൻ അത് തന്നെ ചേർക്കാണ്. 2-ന് വേണ്ടി വറുത്തതാണ് ഞാനിത്. പായസം ഉണ്ട് ഇവിടെ റെഡിയായി. ഇത് ഞാൻ 1-ാം പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഈ പായസത്തിൽ. 1-ാം പാലും 2-ാം പാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സദ്യയിൽ നെയ്യിട്ടൊരു പരിപ്പ് കറിയുണ്ട്. നമ്മൾ എടുക്കുന്ന പായസം ഉണ്ടാക്കുന്ന പരിപ്പ് തന്നെയാണ് കേട്ടോ. അത് ഞാനവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി നെയ്യ് ഒഴിച്ചേക്കാണ് 2 ടേബിൾ സ്പൂൺ. അതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ചുവന്നുള്ളി, ഈ സദ്യക്ക് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഉണക്കമുളക് വറുത്തെടുത്തേക്കാണ് 3 നെല്ലിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 നെല്ലിക്കയും വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ. കൂടെ 3 ചുവന്നുള്ളി, 1/4 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. ഞാനിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചമ്മന്തി. വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ടതിന് ശേഷം വേപ്പിലിട്ട് ഒരു ഉണക്കമുളക് ഇടുകയാണ്. നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത നെല്ലിക്ക വറുത്തതെടുത്ത് തേങ്ങയിൽ ചമ്മന്തി അരച്ചതാണ്. സദ്യക്ക് ഈ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സദ്യ പരിപ്പ് കറി.
നെയ്യിട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അധികം സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഉണ്ടാക്കിയെന്ന ഓണസദ്യയിൽ 35 തരം വിഭവങ്ങളുണ്ട്. അതിൽ ഉപ്പ്, നെയ്യ്, പഴം അടക്കമാണുള്ളത്. നിങ്ങളും ഓണത്തിന് ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം.